സ്വപ്നഭൂമിയിലെ വനത്തിൽ വളരെ നല്ലൊരു പ്രഭാതമായിരുന്നു. പക്ഷികളുടെ ചിലപ്പ് കേട്ടാണ് ചോട്ടുമാനിന്റെ കണ്ണുകൾ തുറന്നത്. കൊള്ളാം. രാവിലെ തന്നെ കിളികളുടെ കരച്ചിൽ കേൾക്കാൻ നല്ല രസമുണ്ട്. മനസ്സിന് നല്ല സന്തോഷമായി. രാവിലെ തന്നെ ഇത് കേൾക്കുന്നത് ഒരു ദിവസം മൊത്തം സന്തോഷം നൽകും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചോട്ടുമാൻ തന്റെ ഗുഹയുടെ പുറത്തേക്കിറങ്ങി. അവിടെയതാ കാട്ടിലെ ആനയും കരടിയും ജിറാഫും തത്തയും മൈനയും കാക്കയും ബുൾബുളും. അവിടെ ഈയിടെയായി സ്ഥിരതാമസമാക്കിയ കുരുവിപ്പെണ്ണും കൂട്ടം കൂടി നിൽക്കുന്നു. എന്തു പറ്റി? എല്ലാവരും എന്താ ഒരുമിച്ച് വന്നിരിക്കുന്നേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എല്ലാം ഭംഗിയായി തന്നെ പോകുന്നു. പക്ഷേ ഇരുമ്പ് കൊണ്ട് എന്താ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കുറച്ച് ദിവസമായി ഇതിന്റെ പണി ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിന്റെ പണി കഴിഞ്ഞിരിക്കുന്നെന്ന് തോന്നുന്നു. അപ്പോൾ മോട്ടുകുരങ്ങൻ അവിടേക്ക് വന്ന് പറഞ്ഞു, ഇതിന് പറയുന്ന പേര് ടവർ എന്നാ. മനുഷ്യന്മാർ നേരത്തെ 4G നെറ്റ്വർക്ക് അല്ലേ ഉപയോഗിച്ചുകൊണ്ടിരുന്നേ. അത് 5Gയിലേക്ക് മാറ്റിയെന്ന് പറയുന്ന കേട്ടു. ഈ ടവർ 5G നെറ്റ്വർക്കിന് വേണ്ടിയുള്ളതാ. അതുകൊണ്ട് നമുക്കെന്താ പ്രയോജനം? പ്രയോജനം നമുക്കല്ല, മനുഷ്യർക്കാ. അവർ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന കേട്ടിട്ടില്ലേ? ഇങ്ങനെ ചെയ്താൽ അതിന്റെ സ്പീഡ് വീണ്ടും കൂടും. ഈ മനുഷ്യർക്ക് എന്താ ഒരു തൃപ്തിയുമില്ലേ? ആദ്യം 2G, പിന്നെ 3G, ശേഷം 4G, പിന്നെ ദേ ഇപ്പൊ 5Gയിലേക്ക് പോകുന്നു. അല്ല, ഈ മനുഷ്യർ നമ്മൾ മൃഗങ്ങളെ പോലെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ അവരുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം ഉണ്ടായേനെ. എന്തെങ്കിലും ചെയ്യട്ടെ, നമുക്കെന്താ അതിന്? കുറച്ച് പക്ഷികൾ ടവറിന് മുകളിൽ സ്ഥാനമുറപ്പിച്ചു. കൂടെ കുരുവിപ്പെണ്ണും ഉണ്ടായിരുന്നു. അടിപൊളി! ഈ ടവറിന് മുകളിൽ ഇരുന്നാൽ ഈ കാട് മുഴുവൻ കാണാമല്ലോ. നമുക്കും ഈ ടവർ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാകട്ടെ. സകല പക്ഷി മൃഗാദികളും ആ ദിവസം മുഴുവൻ ടവറിന് മുകളിൽ കളിച്ചും രസിച്ചും ചിലവഴിച്ചു. ചുറ്റും കളിച്ചിരുന്നവരെല്ലാം മെല്ലെ ഉറങ്ങാൻ തുടങ്ങി. മോട്ടുകുരങ്ങൻ വീണ്ടും നഗരത്തിലേക്ക് തിരിച്ചുപോയി. ചോട്ടുമാൻ രാവിലെ തന്നെ ആരുടെയോ നിലവിളി കേട്ടാണ് എഴുന്നേറ്റത്. എഴുന്നേൽക്കൂ എന്റെ പ്രിയ സഹോദരി, എഴുന്നേൽക്കൂ, നിനക്ക് എന്തു പറ്റി? ചോട്ടുമാൻ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ കാട്ടിലുള്ളവരെല്ലാം അവിടെ വട്ടം കൂടി നിൽക്കുന്നു. അമ്മ കുരുവിയും 2 കുഞ്ഞുങ്ങളും അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു. എന്തുപറ്റി? ഇവർ ഈ ടവറിലിരുന്നാണോ ഉറങ്ങിയേ? അതാ ഇങ്ങനെ അപകടം സംഭവിച്ചത്. ഞാൻ പോയി ഡോക്ടർ ഖർഗോഷിനെ വിളിച്ചോണ്ട് വരാം. ഇത് പറഞ്ഞുകൊണ്ട് ചോട്ടുമാൻ ഓടി ഡോക്ടർ മുയലിന്റെ അടുത്തെത്തി. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നു. ഡോക്ടർ മുയൽ ആദ്യം അമ്മ കുരുവിയെ പരിശോധിച്ചു. ഇവർ ശ്വാസം എടുക്കുന്നത് വളരെ കുറഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ ചൂട് കാറ്റുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് തോന്നുന്നു. ഒരുപാട് നേരം ചൂട് കാറ്റ് ഇവരുടെ ശരീരത്തേക്ക് പതിച്ചത് കൊണ്ടായിരിക്കും. മാനെ, നിന്റെ ഗുഹയിൽ നല്ല തണുപ്പുണ്ടല്ലോ, അവിടേക്ക് ഇവരെ കൊണ്ടുപോകൂ. ചോട്ടുമാൻ അമ്മ കുരുവിയെയും കൊണ്ട് ഗുഹയിലേക്ക് പോയി. ഗുഹയിൽ നല്ല തണുപ്പായിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം കുരുവി അമ്മയ്ക്ക് ബോധം വന്നു. അയ്യോ, ഞാൻ ഇങ്ങനെ ഇവിടെ എത്തി? എന്റെ മക്കൾക്കൊപ്പം ഞാൻ ടവറിൽ ഉറങ്ങുകയായിരുന്നല്ലോ. നിങ്ങൾ നിങ്ങളുടെ മക്കളും ടവറിന് താഴെ കിടക്കുകയായിരുന്നു. ഡോക്ടർ ഖർഗോഷ് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെ ചെയ്തത്. എന്റെ കുട്ടികൾ ബോധം കെട്ട് കിടക്കുകയാണോ? എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. ഡോക്ടർ മുയൽ കുരുവി കുഞ്ഞുങ്ങളെ പരിശോധിക്കുകയായിരുന്നു. മുയൽ ഡോക്ടറിന്റെ മുഖത്ത് സങ്കടം നിറഞ്ഞിരുന്നു. അവിടേക്ക് അമ്മ കുരുവിയും എത്തി. എന്തു പറ്റി ഡോക്ടർ? എന്തു പറ്റി എന്റെ മക്കൾക്ക്? എനിക്കിത് പറയാനായിട്ട് ഒരുപാട് വിഷമം തോന്നുന്നു. 2 കുട്ടികളുടെയും ജീവൻ നഷ്ടപ്പെട്ടു. ഇവരിപ്പോൾ ശ്വാസം എടുക്കുന്നില്ല. ഹൃദയമിടിപ്പ് നിന്നിരിക്കുക. ഇത് കേട്ട് എല്ലാ പക്ഷി മൃഗാദികൾക്കും സങ്കടം വന്നു. ഞാൻ എത്ര നിർഭാഗ്യവതിയാണ്. എന്റെ കൺമുൻപിൽ എന്റെ മക്കൾ മരിച്ചു കിടക്കുന്നത് കാണേണ്ടി വന്നു. അല്ല, എന്താ ഈ സംഭവിക്കുന്നത്? ഇവരവിടെ ഇരുന്ന് ഉറങ്ങുന്നു, പിന്നീട് അവർ ഉറക്കത്തിൽ തന്നെ മരിച്ചു പോകുന്നു. സത്യത്തിൽ എനിക്ക് തന്നെ ഒന്നും മനസ്സിലാകുന്നില്ല. അമ്മ കുരുവി വീണ്ടും ബോധം കെട്ട് വീണു. ഇവരെ എടുക്കൂ, ഉടൻ തന്നെ ഗുഹയിലേക്ക് കൊണ്ടുപോകൂ, വേഗം. ചോട്ടുമാൻ വീണ്ടും അമ്മ കുരുവിയെ എടുത്ത് തന്റെ ഗുഹയിലേക്ക് നടന്നു. അകത്തെത്തിയപ്പോൾ അമ്മ കുരുവിക്ക് വീണ്ടും ബോധം വന്നു. നിങ്ങൾ ഇവിടെ നിൽക്കൂ ഗോരയ്യ, ഞാൻ പുറത്തുപോയി അവരോടൊന്ന് സംസാരിക്കട്ടെ.
എന്നാലേ അറിയാൻ പറ്റൂ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും എന്താ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ചോട്ടുമാൻ ബാക്കി മൃഗങ്ങളുടെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ മുയൽ എന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് മനസ്സിലായത് ഈ കുട്ടികൾക്കാണെങ്കിൽ ഒരു പരിക്കുമില്ല, എന്നിട്ട് ഇവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. പിന്നീട് ഗോരയ്ക്ക് വീണ്ടും വീണ്ടും ബോധം പോകുന്നു. അതായത് ഈ പ്രകൃതിയിൽ എന്തോ ഒരു വൈറസ് വന്നിട്ടുണ്ട്. അതാണ് ഗോരയ്ക്കും കുട്ടികൾക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇതെന്താ ഈ സംഭവിക്കുന്നത്? ഈ കാട്ടിലിപ്പോ എന്ത് വൈറസ് വരാനാ? ഏറ്റവും ശുദ്ധമായ വായു ഉള്ളത് ഇവിടല്ലേ? അപ്പോൾ തന്നെ ആകാശത്ത് നിന്ന് മറ്റൊരു കുരുവിയും നിലത്തേക്ക് വീണു. അല്ല, ഇതിനെന്തു പറ്റി? അതും ഒരു കുട്ടിക്കുരുവിയായിരുന്നു. ഡോക്ടർ മുയൽ പരിശോധിക്കുമ്പോഴേക്കും ആ കുരുവിയും മരിച്ചു. ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. എന്തോ ഒരു മഹാമാരി വരാൻ പോകുന്നു. എനിക്ക് നല്ല തലവേദന വന്നു തുടങ്ങി. ഇതുപോലൊരു സംഭവം മുൻപുണ്ടായിട്ടില്ല. നമുക്ക് മനസ്സിലാകാത്ത എന്തോ ഒരു കാര്യം എവിടെ ഉണ്ട്. അപ്പോഴാണ് അവിടേക്ക് മോട്ടുകുരങ്ങൻ എത്തുന്നത്. അവൻ വളരെ അസ്വസ്ഥനായിരുന്നു. എന്താ നമ്മുടെ കാട്ടിലെ കുരുവികളൊന്നും സുരക്ഷിതമല്ലേ? അല്ല, ഗോരയുടെ 2 മക്കളും മരിച്ചു. അവർക്കും സുഖമില്ല. നീ എന്താ ഇതൊന്നും കാണുന്നില്ലേ? നീ എന്താ ഇത്രയധികം പേടിച്ചിരിക്കുന്നേ? ഞാനിപ്പോ ഗ്രാമത്തിൽ നിന്നാ വരുന്നേ. ഗ്രാമത്തിലെ ഒരുപാട് പക്ഷികൾ ഇപ്പോൾ തന്നെ ചത്തൊടുങ്ങിയിട്ടുണ്ട്. ഞാൻ കുറേയൊക്കെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് 5G ടവർ കാരണമാണ് പക്ഷികൾ മരിക്കുന്നതെന്ന്. 5G ടവർ കാരണം മരിക്കുന്നതെന്നോ? അയ്യോ, 5G ടവർ നമ്മുടെ അവിടെ ഇപ്പോൾ ഉണ്ടല്ലോ. അതെ, 5G ടവറിൽ നിന്ന് ഒരു റേഡിയേഷൻ പുറത്തേക്ക് വരുന്നതാണ്. ഈ വൈറസ് വായുവിലേക്ക് വന്നിട്ട് അത് കാരണം ചെറിയ ചെറിയ പക്ഷികൾക്ക് ആപത്ത് സംഭവിക്കും. അത് കാരണം അവരുടെ ജീവൻ പോലും നഷ്ടപ്പെടും. ഇത് കേട്ട് എല്ലാ പക്ഷിമൃഗാദികളും ഞെട്ടി. അപ്പോൾ മുയൽ പറഞ്ഞു, ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. ഗോരയും കുട്ടികളും ഇവിടെ ഇരുന്നാ ഉറങ്ങിയത്. അങ്ങനെ ടവറിൽ നിന്ന് ഉറങ്ങിയപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ അവർക്ക് അസുഖമുണ്ടായി. ഗോരയ്യ വലിയ ആളായതുകൊണ്ട് അസുഖം മാത്രം വന്നു. പക്ഷെ അവരുടെ കുട്ടികള് തീരെ ചെറുതല്ലേ, അതുകൊണ്ട് അവര് മരിച്ചുപോയി. ഇത് കേട്ട് എല്ലാ പക്ഷിമൃഗാദികളും വിഷമത്തിലായി. മനുഷ്യർ അവരുടെ ഇന്റർനെറ്റിന്റെ സ്പീഡ് കൂട്ടാൻ ചെറിയ പക്ഷികളുടെ ജീവനായി ഇല്ലാതാക്കിയത്. നമ്മൾ എന്താ ഇനി ചെയ്യുക? ഗോരയുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ എന്താ ചെയ്യുന്നേ? മനുഷ്യർക്ക് നമ്മുടെ ഭാഷ അറിയാമായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. എങ്ങനെങ്കിലും പറയാമായിരുന്നു, നമ്മൾക്കിവിടെ താമസിക്കാമായിരുന്നു. പക്ഷേ ഇനിയൊന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വെറുതെ ഒരു കാര്യവുമില്ല. ഇത് കേട്ട് എല്ലാ പക്ഷിമൃഗാദികളും വിഷമത്തിലായി. ചോട്ടുമാൻ ഗുഹയ്ക്കകത്തു ചെന്ന് കുരുവി അമ്മയെ കണ്ട് എല്ലാം പറഞ്ഞു. അതിനുശേഷം എല്ലാ പക്ഷിമൃഗാദികളും ഒരുമിച്ച് ചേർന്ന് ആ 5G ടവറിന്റെ അടുത്തു നിന്ന് ഇടതൂർന്ന വനത്തിലേക്ക് യാത്രയായി. അതിനുശേഷം ആർക്കും അപകടം സംഭവിച്ചിട്ടില്ല. പ്രിയ കുട്ടികളെ, വലിയൊരു ദുഃഖവാർത്തയുണ്ട്. ഗോരയുടെ കുട്ടികൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോയി. അവരെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. 5G നെറ്റ്വർക്ക് കാരണം ഒരുപാട് പക്ഷികൾ ചത്തുപോയി. അവരെ ഒന്നും ഇനി തിരിച്ചു കിട്ടില്ല. നിങ്ങളുടെ നാട്ടിൽ പറന്നു നടക്കുന്ന പക്ഷികളുടെ ജീവൻ രക്ഷിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ പരിസരത്ത് പക്ഷികൾക്ക് വേണ്ടി വെള്ളവും ഭക്ഷണവും കരുതണം.